the probability of forming a 12-person committee from 4 engineers, 2 doctors and 10 professors containing at least 3 engineers and at least 1 doctor is. നമുക്ക് ഒരു 12-person കമ്മിറ്റി ഉണ്ടാക്കണം. ആ 12-person കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 3 എഞ്ചിനീയേഴ്സും അറ്റ്ലീസ്റ്റ് 1 ഡോക്ടറും വേണം. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ എന്താണ് 4 എഞ്ചിനീയേഴ്സ് ഉണ്ട് അല്ലേ, 4 എഞ്ചിനീയേഴ്സ് ഉണ്ട്, 1 ഡോക്ടർ ഉണ്ട്. നമ്മുടെ കമ്മിറ്റിയിൽ അറ്റ്ലീസ്റ്റ് 3 എഞ്ചിനീയേഴ്സ് വേണം. എന്ന് പറയുമ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കണം. ഡോക്ടേഴ്സിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അറ്റ്ലീസ്റ്റ് 3യും അറ്റ്ലീസ്റ്റ് 1ഉമാണ് എഞ്ചിനീയേഴ്സിൻ്റെയും ഡോക്ടറിൻ്റെ എണ്ണം നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് 4 ഡോക്ടേഴ്സിൽ നിന്നും 3 ഡോക്ടേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാം, ഇൻറ്റു 2 ഡോക്ടേഴ്സിൽ നിന്നും 1 ഡോക്ടറിനെ ചൂസ് ചെയ്യാം. ബാക്കി നമുക്ക് 10 പ്രൊഫസേഴ്സിൽ നിന്ന് നമുക്ക് എത്ര വേണം? 3 + 1 4, 8 അല്ലേ? അപ്പോഴല്ലേ നമുക്കൊരു 12-person കമ്മിറ്റി ഉണ്ടാകുന്നത്. നോക്കിയേ, 3 + 1 4, 4 + 8 12. ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ ചൂസ് ചെയ്യാം. അടുത്ത രീതി എന്ന് പറയുന്നത് 4 എഞ്ചിനീയേഴ്സിൽ നിന്ന് നമുക്ക് 4 എഞ്ചിനീയേഴ്സ് ഇൻറ്റു 2C1 ഇൻറ്റു 10C എത്ര വരും? 4 + 1 5, ഇവിടെ 7 വരും. അടുത്ത നമുക്ക് 4C3 ഇൻറ്റു 2C2 ഇൻറ്റു 10C 3 + 2 5, ഇവിടെ എന്ത് വരും അപ്പം? 7. അടുത്ത നമുക്ക് 4C4 ഇൻറ്റു 2C2 ഇൻറ്റു 10C എത്ര വരും? 4 + 2 6, ഇവിടെ 6 വരും. അപ്പോൾ ഇത്രയും രീതിയിലാണ് നമുക്ക് നമ്മുടെ കമ്മിറ്റി ഇവിടെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 360 ഈക്വൽ ടു 480 ഈക്വൽ ടു 240 ഈക്വൽ ടു 210. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബബിലിറ്റി എന്ത് വരും ഇവിടെ? ടോട്ടൽ നമുക്ക് എത്ര വരും? ടോട്ടൽ ഈസ് ഈക്വൽ ടു, നമുക്ക് 12-person കമ്മിറ്റിയാണ് ഫോം ചെയ്യേണ്ടത്. എത്രയിൽ നിന്നും? 16. മൊത്തം എത്ര ആൾക്കാരുണ്ട് ഇവിടെ? 4 എഞ്ചിനീയേഴ്സ്, 2 ഡോക്ടേഴ്സ്, 4 + 2 6, 10 പ്രൊഫസേഴ്സ്, 6 + 10 16. അപ്പോൾ 16 ആൾക്കാരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഈ 16 ആൾക്കാരിൽ നിന്നും 16C12 ഇതാണ് നമ്മുടെ ടോട്ടൽ. നമ്മുടെ പ്രോബബിലിറ്റി എന്ത് വരും? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം, 360 + 480 + 240 + 210 ഡിവൈഡഡ് ബൈ 16C12 ചെയ്താൽ മതി. ഈക്വൽ ടു നമുക്ക് ആൻസർ വരുന്നത് 1290/1820. 0 0 ക്യാൻസൽ ചെയ്യുമ്പോൾ ഈക്വൽ ടു 129/182. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ.